സിനിമാ കാര്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എ.കെ. ലോഹിതദാസിൻ്റെ കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലും സുന്ദർദാസിൻ്റെ സംവിധാനത്തിലും പുറത്തിറങ്ങിയ ഒരു മനോഹരമായ ചിത്രമായിരുന്നു സല്ലാപം. 1996 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ, ബിന്ദു പണിക്കർ, എൻ.എഫ്. വർഗീസ്, കലാഭവൻ മണി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരൊക്കെയാണ്. ഈ സിനിമ ഒരു സംഗീതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രണയ ചിത്രമാണ്. രാധ എന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ് ഈ സല്ലാപം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ രാധ എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരാണ്. രാധ നിൽക്കുന്ന വീട് അവളെ അവിടെ എടുത്തു വളർത്തിയ രീതിയിലുള്ള ഒരു സൗഹൃദം പുലർത്തുന്ന ഒരു ചേച്ചിയുണ്ട്. പത്മിനി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ഈ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിന്ദു പണിക്കരാണ്. പപ്പേച്ചി എന്നാണ് രാധ സ്നേഹത്തോടു കൂടി പത്മിനിയെ വിളിക്കുന്നത്. പത്മിനിയുടെ ഭർത്താവ് ഗൾഫിലാണ്. ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് എൻ.എഫ്. വർഗീസാണ്. ചന്ദ്രൻ നായർ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ തുടക്കം മുതലേ ചന്ദ്രൻ നായർ വരുന്നു, ചന്ദ്രൻ നായർ ഗൾഫിൽ നിന്ന് വരുന്നു, അവർ വന്നു കഴിയുമ്പോൾ വീട് പണിയാൻ പോകുന്നു എന്നൊക്കെ സിനിമയിൽ ഇങ്ങനെ ഉടനീളം പറയുന്നുണ്ട്. രാധയുടെ കഥ പറയുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം രാധയ്ക്ക് അമ്മയില്ല, അച്ഛനുണ്ട്. അച്ഛനൊരു മുഴുക്കുടിയനാണ്. രാധയ്ക്കൊരു മുറച്ചെറുക്കനുണ്ട്, ദിവാകരൻ എന്നാണ് പേര്. ദിവാകരൻ്റെ അമ്മ, അതായത് രാധയുടെ അമ്മായിയും ഉണ്ട്. ഇവർ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷേ ഈ രാധയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും രാധയ്ക്ക് വേണ്ടി അവൾക്ക് പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നതും അവൾക്ക് എന്താവശ്യം വന്നാലും ഓടിയെത്തുന്നത് ദിവാകരനാണ്. ദിവാകരൻ അവളെ വളരെ അധികം സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്. ഈ ദിവാകരൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്ന ആളാണ് മനോജ് കെ ജയൻ. വളരെ നമുക്കൊരുപാട് സ്നേഹം തോന്നുന്ന, പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനോജ് കെ ജയൻ്റെ ആ ഒരു കഥാപാത്രത്തോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നും. കാരണം എല്ലാവരെയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന, കള്ളന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു പുരുഷനാണ്. അങ്ങനെ ഒരു ആളാണ് ഈ ദിവാകരൻ. ദിവാകരൻ്റെ ജോലി റെയിൽപ്പാളത്തിലാണ്. ഈ ദിവാകരൻ്റെ കഥാപാത്രത്തെ സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് കാണിക്കുന്നത് പോലും. അതുവരെ ദിവാകരൻ എന്നുള്ളൊരു പേര് പ്രേക്ഷകരെ അങ്ങ് ബൈഹാർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സംവിധാന ശൈലി പോയേക്കുന്നത് പോലും. രാധ താമസിക്കുന്നത് പപ്പേച്ചിയുടെ ഒപ്പമാണ്. ഈ രാധയെ ഒരു 8 വയസ്സുള്ളപ്പം അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ദിവാകരനാണ് പത്മിനി എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചത്. പത്മിനി ചേച്ചിക്ക് 2 കുട്ടികളാണുള്ളത്. ഈ കുട്ടികളെ വളർത്തുന്നതും അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഒക്കെ രാധയാണ്. അവിടെ വേലക്കാരിയല്ല, പക്ഷേ ആ വീടിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന, അല്ലെങ്കിൽ പപ്പേച്ചിയുടെ സ്വന്തം അനിയത്തിയെ പോലെയൊക്കെ കാണുന്ന ഒരാളാണ് രാധ. പപ്പേച്ചി താമസിക്കുന്ന വീട് ഒരു വാടക വീടാണ്. അപ്പോൾ ഈ വാടക വീട് മാറി അവർക്ക് പുതിയൊരു വീട് പണിയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് ചന്ദ്രൻ നായർ ഗൾഫിലേക്ക് പോയതൊക്കെ. രാധയുടെ ഒരു സ്വഭാവം മുമ്പ് പറഞ്ഞ പോലെ തന്നെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പപ്പേച്ചിയും രാധയും താമസിക്കുന്ന വീടൊരു വാടക വീടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാടക വീട് ഒരു കോവിലകത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയുണ്ട്, ലീലാവതി ടീച്ചർ. അപ്പോൾ ഈ ലീലാവതി ടീച്ചർ ശരിക്കും ഒരു സംഗീത അധ്യാപികയാണ്. അവർക്കൊരു മകളുണ്ട്, ലത എന്നാണ് പേര്. ഈ ലതയും നമ്മുടെ രാധയും കൂട്ടുകാരാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള അടുപ്പം ലീലാവതി ടീച്ചർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം അവൾ അവിടുത്തെ ബാല്യക്കാരിയാണ്, ബാല്യക്കാരിയോടൊപ്പം കൂട്ടുകൂടണ്ട എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രേക്ഷകർക്ക്. ഈ രാധയുടെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ യേശുദാസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചേക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അവൾ അത്രമാത്രം സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ശല്യം ചെയ്യുന്ന ഒരു ആളുണ്ട്, ചെത്തുകാരൻ രാജപ്പൻ. ഈ ഒരു കഥാപാത്രം ചെയ്തേക്കുന്നത് കലാഭവൻ മണിയാണ്. അങ്ങനെ ഈ ചെത്തുകാരൻ രാജപ്പൻ ഇവളെ തെങ്ങിൻ്റെ മുകളിലിരുന്ന് കളിയാക്കി പാട്ട് പാടും. അപ്പോൾ ഇവൾക്കത് ഒരു ശല്യക്കാരൻ്റെ പ്രശ്നമായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് ഭയങ്കര തമാശ കലർന്നൊരു സീനാണ്. കാരണം കലാഭവൻ മണിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, അതിൽ മുൻകോ ബക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നൊക്കെ ഉണ്ട്. അത് നമുക്കത് ഭയങ്കര തമാശ കലർന്നൊരു സീനാണ് അതൊക്കെ.
അപ്പോൾ ഇവള് അവിടെ വെച്ച് ഈ കലാഭവൻ മണിയുടെ സൈക്കിള് ചവിട്ടി മറിച്ചിട്ടിട്ട് അതിൻ്റെ കാറ്റഴിച്ച് വിട്ടിട്ടങ്ങ് പോവും. അപ്പോൾ കുരുത്തം കെട്ട പെണ്ണ് എന്നും പറഞ്ഞിട്ട് തെങ്ങിൻ്റെ മണ്ടേന്ന് ഇറങ്ങി വന്ന് അവിടെ നിൽക്ക്, നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കലാമണി ഇവളെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ഓടിച്ചെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അമ്മായിയുണ്ട്. അമ്മായി ആയിട്ടുള്ള ഒരു സീനിലാണ് ഇവൾക്ക് അവളുടെ അമ്മയെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത്. ഇവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതാണ് രാധയുടെ. ഒരിക്കൽ അച്ഛൻ നാടകക്കാരുടെ പുറകെ ആയിരുന്നു. അപ്പോൾ നാടകക്കാരുടെ പുറകെ നടന്ന് ജീവിതം നശിപ്പിച്ചപ്പോൾ അത് സഹിക്കാനാവാതെ അമ്മ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചു. ഇതാണ് രാധയുടെ അമ്മയെ നഷ്ടപ്പെടാനായിട്ടുള്ളൊരു കാരണം നമ്മൾ സിനിമയിൽ കാണുന്നത്. പിറ്റേ ദിവസം 1-ാം തീയതിയാണ്. അപ്പം രാധയ്ക്കൊരു ചെറിയ ശമ്പളമൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശമ്പളം വാങ്ങിക്കാൻ എത്തുന്നത് രാധയുടെ അച്ഛനാണ്. അപ്പോൾ 1-ാം തീയതി തന്നെ പപ്പേച്ചിയെ കാണാനായിട്ട് നമ്മുടെ രാധയുടെ അച്ഛൻ വരുന്നുണ്ട്. ഇയാൾ കുടിച്ച് കൂത്തഹാടിയാണ് വന്ന് നിൽക്കുന്നത് പോലും. അപ്പോൾ എന്നിട്ട് അയാൾ പറയാണ്, പപ്പേച്ചിയോട് പറയാണ്, ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകും, അവൾക്ക് നല്ലൊരു ഭാവി ഉള്ളതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പപ്പേച്ചി അയാളോട് ശകാരിച്ചിട്ട് പറയണം, പിന്നെ ഭാവി എന്തൊക്കെയായാലും ദിവാകരനോട് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ദിവാകരനെ ഇയാൾക്ക് പേടിയാണ്. അപ്പം ദിവാകരൻ വരുന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഇയാൾ എൻ്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് വിട്ടു പോവുക. ഈ ഒരു സീൻ കഴിയുമ്പോഴത്തേക്കും രാജപ്പന് രാധയെ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം രാധയുടെ അച്ഛനോട് അറിയിക്കുകയാണ് രാജപ്പൻ. അപ്പോൾ എന്താണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് രാധയുടെ അച്ഛൻ രാജപ്പനോട് ചോദിക്കുകയാണ്. ഇയാൾക്കൊരു കുപ്പി കള്ള് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തനിക്ക് അത്രമാത്രം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് ഈ രാധയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിത് സംസാരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സീനിലാണ് ദിവാകരനെ പ്രേക്ഷകരെല്ലാവരും തന്നെ കാണുന്നത്. ദിവാകരൻ വീണ്ടും എന്താണ് ഈ രാജപ്പൻ്റെ സൈക്കിളൊക്കെ ചവിട്ടി ഓടിച്ച് കള്ളും കുടമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം തോന്നും ആ ഒരു സീനിനോട്. എൻ്റെ പെണ്ണിനെ വേണമല്ലേടാ എന്ന് ചോദിച്ചിട്ടാണ് രാജപ്പനിട്ട് അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സീനിൽ തന്നെ രാധയ്ക്ക് ദിവാകരനോടുള്ളൊരു സ്നേഹവും പേടിയും ഇഷ്ടവും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവൾ ഒരു കൊച്ചു കുട്ടിയായി മാറുകയാണ് ദിവാകരൻ്റെ മുന്നിൽ എപ്പോഴും. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് ദിവാകരൻ്റെ വീടാണ്. ദിവാകരൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ദിവാകരന്. അപ്പോൾ ദിവാകരൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു സീനുണ്ട്. ഭയങ്കര തമാശ കലർന്നൊരു സീനൊക്കെയാണത്. എന്താണ്, ചെമ്മീൻ ചമ്മന്തിക്ക് എരിവ് കൂടുതലാണ്, ഉപ്പില്ല, അതുപോലെ ചോറിൽ മുഴുവൻ കല്ലാണ് എന്നൊക്കെ പറയുന്ന ഒരു സീന്. എന്തുവാ തള്ളേ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ്. അപ്പം ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അമ്മ കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ തൊടണ്ട, ഞാൻ ചീത്തയാ എന്നൊക്കെ പറയുമ്പോൾ ദിവാകരൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒച്ചയും ബഹളമൊക്കെ വേണ്ടേ അമ്മേ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അപ്പം അമ്മയും മോനും മാത്രമുള്ള ആ ഒരു സീന് ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരുമാണ്. ആ നാട്ടിലൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഉത്സവത്തിന് ഒരു ഗാനമേള സംഘടിപ്പിക്കാനായിട്ട് അമ്പല കമ്മിറ്റിക്കാർ തയ്യാറാവുന്നു. അപ്പോൾ അമ്പല കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹി മാധവ മേനോനാണ്. ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറാണ്. ഗാനമേളയ്ക്ക് പ്രധാനപ്പെട്ട പാട്ടുകാരനായിട്ട് കടന്നു വരുന്നത് ജൂനിയർ യേശുദാസ് എന്ന ശശികുമാറാണ്. ദിലീപാണ് ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജൂനിയർ യേശുദാസ് ശശികുമാർ. അപ്പോൾ യേശുദാസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ്, അത്രയും മനോഹരമായി പാടുന്ന ആളാണ് എന്നൊക്കെ മാധവ മേനോൻ വഴി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ മാധവ മേനോൻ വരുന്നത് ഈ ലീലാവതി ടീച്ചറുടെ മകൾ ലതയെ ഒന്ന് പാടാൻ വരാമോ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വെച്ച് നമുക്ക് ലീലാവതി ടീച്ചറിൻ്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനിയുടെ കൂടെ പാട്ട് പാടാൻ സമ്മതിക്കാത്ത ഒരു
കോവിലകത്തെ സ്ത്രീയാണ് ലീലാവതി ടീച്ചർ ഇപ്പോഴും. മാനസികമായിട്ടൊരു വളർച്ചയും ഇല്ലാത്ത ഒരു അധ്യാപിക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കഥാപാത്രത്തെ സമീപിക്കാം. അങ്ങനെ അവർ സമ്മതം മൂളുന്നു. ജൂനിയർ യേശുദാസിൻ്റെ ഒപ്പം പാട്ട് പാടാൻ ലതയ്ക്ക് അവസരം കിട്ടുന്നു. എത്ര പാടിയിട്ടും ആ പെൺകുട്ടിക്ക് ശരിയാകുന്നില്ല. അവളുടെ ആ ഒരു സ്വരം ആ പാട്ടിനൊട്ടും ഇണങ്ങുന്നില്ല. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം എന്ന പാട്ടാണ്. അപ്പോൾ ഇവരത് പാടുന്നു, പക്ഷേ ആ പെൺകുട്ടിക്ക് പാടിയിട്ടൊട്ടും ശരിയാകുന്നില്ല. ജൂനിയർ യേശുദാസിൻ്റെ ഒപ്പം എത്താൻ ലതയ്ക്ക് സാധിക്കുന്നില്ല. പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രികാ വസന്തം എന്ന പാട്ട് രാധ ലതയ്ക്ക് പാടിക്കൊടുക്കുകയാണ്. ഇത് കേട്ട് വരുന്ന ജൂനിയർ യേശുദാസ് ശശികുമാർ, അയാൾക്ക് രാധ പാടുന്ന പാട്ടാണ് കുറേ കൂടെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ നമുക്ക് പാടിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആണ് പിന്നീട് പാട്ട് നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്, രാധ ദിവാകരനോട് ചോദിച്ചില്ല, ഞാൻ പാട്ട് പാടിക്കോട്ടെ എന്നുള്ള ഒരു അനുവാദമൊന്നും ചോദിച്ചില്ല ഇത്തവണ. അങ്ങനെ ഉത്സവത്തിന് പാട്ട് പാടുന്നു. നാട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാധയ്ക്ക് ജൂനിയർ യേശുദാസിനോട് വല്ലാത്തൊരു അടുപ്പവും ബഹുമാനവും, അവളുടെ ഉള്ളിലുള്ള ആ ഒരു സംഗീത വാസന എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അവൾക്കത് വളരെ സന്തോഷമാകുന്നു. അമ്പലപ്പറമ്പിൽ ചെല്ലുമ്പോൾ അവൾ അവിടെ നിന്ന് പാട്ട് പാടുന്നതാണ് ദിവാകരൻ കണ്ടത്. ദിവാകരൻ അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ദിവാകരൻ്റെ കൂട്ടുകാരൻ മായൂട്ടിക്കും ദിവാകരനും കൂടെ റെയിൽവേ പാളത്തിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞൂട്ടൻ ആശാരിയെ കാണുന്നത്. അപ്പോൾ ഈ കുഞ്ഞൂട്ടൻ ആശാരി അതിലെ കടന്നു വരുമ്പോഴത്തേക്കും ദിവാകരൻ ചോദിക്കുന്നുണ്ട്, പത്മിനി ചേച്ചിയുടെ കാശ് വാങ്ങിച്ചിട്ട് താൻ എത്ര നാളായിട്ടോ മുങ്ങി നടക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ട്രെയിൻ വന്നങ്ങ് പോകുമ്പോഴത്തേക്കും കുഞ്ഞൂട്ടൻ ആശാരി മുങ്ങും. അങ്ങനെ പിന്നീടൊരു സീനിൽ കാണിക്കുന്നത് ചാരായ ഷാപ്പാണ്. കുഞ്ഞൂട്ടൻ ആശാരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ദിവാകരൻ കുഞ്ഞൂട്ടൻ ആശാരിയെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കുഞ്ഞൂട്ടൻ ആശാരിയുടെ പണിസഞ്ചി ദിവാകരൻ എടുത്തുകൊണ്ട് പോകും. ദിവാകരൻ എടുത്തുകൊണ്ട് പോയിട്ട് പപ്പേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവെക്കും. അപ്പോൾ പപ്പേച്ചി ചോദിക്കുന്നുണ്ട്, അയാളത് ചോദിച്ചു വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ. അപ്പോൾ ദിവാകരൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കുഞ്ഞൂട്ടൻ ആശാരി ശരിക്കും ഈ പപ്പേച്ചിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്നത്. ആ ഒപ്പം ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. അത്രയും കാലം രാധ ഒരുപാട് ആരാധിച്ച ആ ഒരു പാട്ടുകാരൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ആ പണിക്കാരുടെ ഒപ്പമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് രാധ ശശികുമാറിനെ വീണ്ടും കാണുകയാണ്. അപ്പം ഇയാൾക്ക് ഭയങ്കര ഒരു ചമ്മലാണ്, എൻ്റെ ജോലി ഇതാണ് എന്നുള്ള ഒരു കോംപ്ലക്സ് ശശികുമാറിനുണ്ട്. അപ്പം ഈ ശശികുമാറിനെ രാധ വല്ലാതെ കളിയാക്കുന്നുണ്ട്. മുഴക്കോലെ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു നാണക്കേട് ശശികുമാർ ഒട്ടും താങ്ങാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കളിയാക്കലുകൾ സഹിക്കാൻ പറ്റാതെ ശശികുമാർ ഈ മരത്തിനിട്ട് ദേഷ്യത്തോടെ പണിയുകയാണ്. അപ്പോൾ കുഞ്ഞൂട്ടനാശാരി വന്നിട്ട് പറയുന്നുണ്ട്, മോനെ, കൊട്ടുവടി കൊണ്ട് ഉളിക്ക് നോവാൻ പാടില്ല, ഉളി കൊണ്ട് മരത്തിന് നോവാൻ പാടില്ല, എങ്കിലേ മരം വഴങ്ങൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞൂട്ടനാശാരിയുടെ ആ ഒരു തൊഴിലിനോടുള്ളൊരു ആത്മാർത്ഥത നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കുലത്തൊഴിലാണ് ആശാരിപ്പണി. അപ്പോൾ അദ്ദേഹം അതിനെ അത്രമാത്രം ബഹുമാനത്തോടെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും രാധ അവിടുത്തെ വേലക്കാരിയാണ് എന്നുള്ള കാര്യം ഈ ശശികുമാർ അറിയുകയാണ്. ലീലാവതി തമ്പുരാട്ടിക്ക് ഒരു ആവശ്യം വരുന്നു. പത്മിനിയോട് പറയുകയാണ്, അവരുടെ അടുക്കളയുടെ ഒരു കഴുക്കോല് പോയി ദ്രവിച്ചിരിക്കുകയാണ്, അത് നന്നാക്കാൻ ആരെങ്കിലും ഒന്ന് വിടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കഴുക്കോല് നന്നാക്കാൻ പോകുന്നത് ഈ ശശികുമാറാണ്. അവിടെ വെച്ച് വീണ്ടും ശശികുമാറിന് അപമാനമേൽക്കേണ്ടി വരികയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാരിച്ചക്കൻ്റെ ഒപ്പം പാടേണ്ടി വന്നില്ലല്ലോ, എൻ്റെ മോൾക്ക് അത്രയും ഗതികേട് വന്നില്ലല്ലോ, വേലക്കാരി പെണ്ണ് പാടിയപ്പോൾ കേമമായി, ചേരേണ്ടതല്ലേ ചേരൂ എന്നൊക്കെ പറഞ്ഞ് ലീലാവതി തമ്പുരാട്ടി വല്ലാതെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജൂനിയർ യേശുദാസ് ശശികുമാർ എന്നുള്ള ആ ഒരു അഡ്രസ്സ് തന്നെ അവിടെ അങ്ങ് ഇല്ലാതായിപ്പോയി. ഒരു ദിവസം പ്രഭാകര വർമ്മ ഒരു കച്ചേരിയൊക്കെ കഴിഞ്ഞ്
ലീലാവതി തമ്പുരാട്ടിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ വിശ്രമിക്കുകയാണ് പ്രഭാകരവർമ്മ. ചെമ്പൈ സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ അവിടെ വെച്ച് ശശികുമാറിനെ കുറിച്ച് കേട്ടറിയുന്നു. അങ്ങനെ ശശികുമാറിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുകയാണ്. ശശികുമാർ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടു കഴിയുമ്പോഴത്തേക്കും എടാ നീ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം അടുപ്പമുള്ള ഒരു അധ്യാപകനും വിദ്യാർത്ഥിയുമാണ് ശരിക്കും പറഞ്ഞാൽ പ്രഭാകരവർമ്മയും ശശികുമാറും അവിടെ. പ്രഭാകരവർമ്മ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് സംഗീതം എന്ന് പറയുന്നത് ജന്മവാസനയായി കിട്ടുന്നതാണെന്ന് മാത്രം ഉള്ള ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാകുന്നുണ്ട്. അത് പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതൊന്നുമല്ല, ജന്മവാസനയാണ്. അതിന് നിറമില്ല, അതിന് ജാതിപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകർക്ക് ആ ഒരു രംഗത്ത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശശികുമാറിനെ കൊണ്ട് അദ്ദേഹം അവിടെ വെച്ചൊരു പാട്ട് പാടിക്കുന്നു. ആ പാട്ട് പാടുന്നത് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുന്നുണ്ട്. രാധയ്ക്ക് വീണ്ടും ശശികുമാറിനോട് പ്രണയം തോന്നി തുടങ്ങുകയാണ്. അവൾ അതുവരെ ഒരു പാട്ടുകാരനോട് തോന്നിയ ആരാധനയല്ല, ശരിക്കും പറഞ്ഞാൽ ശശികുമാറിൻ്റെ കഴിവിനെ സ്നേഹിക്കുന്ന, ശശികുമാറിനെ സ്നേഹിക്കുന്ന ഒരു രാധയായി മാറുകയാണ് ശരിക്കും അവിടെ. ശശികുമാറിന് വേണ്ടിയിട്ട് മാപ്പ് എന്ന് ഒരു പേപ്പറിൽ എഴുതി അതിലൊരു ഗന്ധരാജൻ്റെ പൂവ് ചുരുട്ടി അവൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഗന്ധരാജൻ്റെ പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ടാണ് ബാക്കി പണികളൊക്കെ ശശികുമാർ വീണ്ടും ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ മനസ്സിന് ചാഞ്ചാട്ടം സംഭവിക്കുകയാണ് രണ്ടു പേർക്കും. പിറ്റേ ദിവസം ശശികുമാർ പപ്പേച്ചിയോട് അടുത്ത ദിവസം ഞാൻ ജോലിക്ക് വരില്ല, എനിക്കൊരു ഗാനമേളയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അവിടെ പപ്പേച്ചി ഇല്ല. അവിടെ വെച്ച് രാധ തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയാണ്. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടി നീ ഇളമാൻ കിടാവെ ഉറക്കമായോ എന്നുള്ള പാട്ടൊക്കെയാണ് പിന്നീട് അവരുടെ ഒരു പ്രണയരംഗങ്ങളിലൊക്കെ കാണിക്കുന്നതൊക്കെ. ഇങ്ങനെ രാധയ്ക്ക് ഒരുപാട് പ്രേമം ഈ ശശികുമാറിനോട് തോന്നുന്നു. ചന്ദ്രൻ നായർ, ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ പത്മിനിയുടെ ഭർത്താവ്, ഇദ്ദേഹത്തിനെ കണ്ട് ഓടി വരുന്ന രാധ ഒരുപാട് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് കടന്നു വന്ന ചന്ദ്രൻ നായരോട് ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്. പപ്പേച്ചിയുടെ ഭർത്താവാണ്, സ്വന്തം ചേട്ടനെ പോലെ അവൾ കാണുന്ന ഒരാളാണ്. പക്ഷേ ചന്ദ്രൻ നായരെ രാധയെ കാണുന്നത് അത്ര നല്ല കണ്ണോടുകൂടിയൊന്നുമല്ല. അവളെ ഒരു മോശം രീതിയിൽ ആണ് ചന്ദ്രൻ നായർ അവളെ കാണുന്നതൊക്കെ. പക്ഷേ ഇത് മനസ്സിലാക്കുന്നത് ശശികുമാറാണ്. ആശാരി പണികളെല്ലാം തീർന്ന് അവരെല്ലാം പോയി. അന്ന് വൈകിട്ട് ഇവർ രണ്ടുപേരും റെയിൽ പാളത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. പെട്ടെന്നൊരു ട്രെയിൻ വരുമ്പോഴത്തേക്കും ഇവർ രണ്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനാണത്. അവൾ ആദ്യമായിട്ടാണ് ഒരു പുരുഷനൊപ്പം അത്രയും ചേർന്ന് നിൽക്കുന്നത് പോലും, അത്രയും ധൈര്യത്തോടെ, അത്രയും സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് പോലും. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മുടെ നായിക രാധ വളരെ പ്രണയിനിയാണ് എന്ന് കാണിക്കുന്ന ഒരു പാട്ട് രംഗമുണ്ട്. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ എന്ന് പറയുന്ന ഒരു പാട്ട് VCR പ്ലേ ചെയ്ത് പപ്പേച്ചിയും മോളും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രൻ നായരുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറയിൽ പകർത്തിയ വീഡിയോസാണ് ഇവർ രണ്ടുപേരും ഇരുന്ന് കാണുന്നത്. ആദ്യമൊക്കെ പപ്പേച്ചിയും കുട്ടികളും രാധയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കാണും. ഈ വീഡിയോസ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും രാധ കുളിക്കാൻ പോകുന്ന രംഗവും ഒക്കെ ചന്ദ്രൻ നായരുടെ ആ ഒരു വൃത്തികെട്ട മനസ്സ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച വളരെ അമ്പരപ്പോടുകൂടി പപ്പേച്ചി കാണുകയാണ്. പപ്പേച്ചിക്ക് വല്ലാത്തൊരു ദുഃഖം അവിടെ തോന്നുന്നുണ്ട്. തൻ്റെ ഭർത്താവ് എന്ത് ഒരു മോശം പ്രവൃത്തിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നം അത് മറ്റാരോടും പപ്പേച്ചിക്ക് പറയാനും കഴിയില്ല. ദിവാകരനെ വിളിച്ചു വരുത്തി ഇവളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ദിവാകരനൊപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന രാധ, വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണത്. അവൾ അത്രയും കാലം സ്നേഹിക്കുകയും അത്രയും കാലം ജീവിക്കുകയും ചെയ്ത ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. രാധ തന്നെ പറയുകയാണ്, ഞാനും ശശിയേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രാധയെ ദിവാകരൻ അത്രയും തകർന്നു പോവുകയാണ് ഒറ്റ വാക്കുകൊണ്ട്. അപ്പോൾ രാധയെ ദിവാകരൻ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ
ആ ഒരു സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിവാകരൻ വല്ലാതെ മാനസികമായിട്ട് തളരുന്നുണ്ട്. അത്രയും കാലം സ്നേഹത്തോടെ തള്ളേ എന്ന് വിളിച്ചിരുന്ന ദിവാകരൻ അമ്മ എന്ന് വിളിക്കുന്നു. കുറ്റം പറയാതെ ഭക്ഷണം കഴിക്കുന്നു. കല്ല് കടിക്കുമ്പം അത് ഒന്നും പറയാതെ തന്നെ വായിൽ നിന്ന് എടുത്തു കളയുന്നു ദിവാകരൻ. അങ്ങനെ ദിവാകരനാകെ അങ്ങ് തളർന്നു പോകുന്ന ആ ഒരു സീൻ നമ്മളവിടെ കാണുന്നുണ്ട്. രാധയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ദിവാകരൻ കുഞ്ഞൂട്ടൻ ആശാരിയെ വീണ്ടും പോയി കാണുകയാണ്. കുഞ്ഞൂട്ടൻ ആശാരി പറയുന്നുണ്ട്, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും എന്നൊക്കെ. എന്താണ്, വളരെ ഗ്രാമീണമായിട്ടുള്ളൊരു മനുഷ്യരുടെ മനസ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. ശശികുമാർ അവന് വേണ്ടി കല്യാണം ആലോചിക്കാനാണ് ദിവാകരൻ ചെന്നത്. അപ്പോൾ ശശികുമാറിനെ പറ്റിയിട്ട് ദിവാകരന് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കുഞ്ഞൂട്ടനാശാരി പറയുകയാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ചതിക്കാൻ നോക്കിയാൽ ഞാൻ അവനെ കൊല്ലും എന്നൊക്കെ വീണ്ടും ദിവാകരൻ ഭീഷണി മുഴക്കിയിട്ട് പോവുകയാണ്. ദിവാകരൻ ഇവിടെ കുഞ്ഞൂട്ടനാശാരിയെ കാണാൻ വന്ന ആ ഒരു സമയത്ത് രാധ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ ശശികുമാറിൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ശരിക്കും ശശികുമാർ ആരാണ് എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നത് പോലും. അയാൾക്ക് ഒരിക്കലും രാധയെ വിവാഹം ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം വലിയൊരു ദാരിദ്ര്യത്തിലൂടെയാണ് ശശികുമാർ കടന്നു പോകുന്നത്. അച്ഛൻ വീട് മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിലത്ത് വീണ് തളർന്ന് കിടപ്പിലാണ്. അതുപോലെ കെട്ടിക്കാൻ പ്രായമായ പെങ്ങന്മാരും അനിയനുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ വലിയ ഭാരം വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ശരിക്കും ശശികുമാർ. രാധ പറയുകയാണ്, ഞാൻ കാത്തിരിക്കാം, ഞാൻ എവിടെയാണ് കാത്തിരിക്കേണ്ടത് എന്ന് ശശികുമാറിനോട് ചോദിക്കുമ്പോൾ ശശികുമാർ അവളുടെ കൈ പിടിച്ച് തൻ്റെ വീടിനകത്തേക്ക് കയറിയിട്ട് കാണിക്കുകയാണ്, കുട്ടിക്ക് ഞാൻ എവിടെയാണ് ഇരിക്കാൻ ഒരിടം തരേണ്ടത്, ഒരു മുറിയുണ്ട്, ആ മുറിയിലാണ് ഞങ്ങൾ ഇത്രയും പേര് ജീവിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. ഇനി കൈ പിടിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ രാധയ്ക്കുണ്ടാകുന്നു. ശശികുമാർ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ശശികുമാറിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി പോയി രക്ഷപ്പെട്ടോട്ടേടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ അവിടെ നിന്ന് ഓടി തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവൾ പാടത്തൂടെ ഓടി വരുമ്പോഴത്തേക്കും ചന്ദ്രൻ നായരെ വീണ്ടും കാണുന്നു. ചന്ദ്രൻ നായർ പിന്നെയും പറയാണ്, നിന്നെ അന്വേഷിച്ച് ദിവാകരനെതിരെയെല്ലാം നടപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ ഒരു കുഴപ്പവും വരുത്തില്ല, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ദിവാകരൻ വരുന്നു. ദിവാകരൻ നമ്മുടെ ചന്ദ്രൻ നായരെ വീണ്ടും ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അയാളെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ രാധ ഓടിച്ചെന്ന് ഒരു റെയിൽപാളത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ട്രെയിൻ വരുന്ന അത് ദൂരെ നിന്ന് ദിവാകരൻ കാണുന്നുണ്ട്. ദിവാകരനും പുറകെ ഓടുന്നു. രാധയെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. അവിടെ വെച്ച് രാധയ്ക്ക് മറ്റൊരു ഭാവം തന്നെ ഉണ്ടാകുന്നു. അവളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് മരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോലും വരുന്നില്ല. അത്രമാത്രം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് അവൾ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഇവളുടെ കൈക്ക് കയറി പിടിക്കുകയും ഇവളെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് ദിവാകരൻ അവളെ ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ദിവാകരൻ, രാധ, ശശികുമാർ ഇവർ 3 പേരുമുള്ള ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി അന്നും ഇന്നും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അന്ന് അതൊരു സംഗീത പശ്ചാത്തലത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരുപാട് ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു ഇത്. ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ഗാനരചന നടത്തിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ദിവാകരൻ അഗാധമായി സ്നേഹിക്കുന്ന രാധയ്ക്ക് പക്ഷേ പ്രേമം തോന്നുന്നത് ശശികുമാറിനോടാണ്. കഴിവുകളെ സ്നേഹിക്കുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന രാധ, പക്ഷേ ആളുകളെ മനസ്സിലാക്കുന്ന, ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന ദിവാകരൻ, ഇവർ തമ്മിലുള്ള ഒരു അന്തരംഗം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ദിവാകരന് എന്തൊക്കെ സംഭവിച്ചാലും രാധയെ തന്നെ മതി എന്ന് പറയുന്ന ആ ഒരു ദിവാകരൻ്റെ പ്യുവറായിട്ടുള്ള
ഒരു ലവ് സ്റ്റോറി. അത് ഇനിയും മലയാള സിനിമയിൽ ഒരുപാടുണ്ട് അങ്ങനത്തെ ക്യാരക്ടറുകൾ. എനിക്ക് ഇതിൽ പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് ജൂനിയർ യേശുദാസ് ശശികുമാറിനെ തന്നെയാണ്. കാരണം തൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ കൊണ്ട് ഒന്നുമാകാൻ സാധിക്കാതെ പോയ ഒരു ശശികുമാർ, ആ ഒരു അവസ്ഥ, സംഗീതം തനിക്ക് ദൈവം കൊടുത്തൊരു വരദാനമായിട്ട് അദ്ദേഹം കണ്ടിട്ട് പോലും അതുകൊണ്ട് ഒന്നും ആകാതെ പോയ ആ ഒരു ശശികുമാർ. രാധയ്ക്ക് പ്രേമം തോന്നിയതുപോലെ തന്നെ എനിക്കും ശശികുമാറിനോട് തന്നെയാണ് പ്രേമം തോന്നുന്നത്. ആ ഒരു കഥാപാത്രത്തെ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. സംവിധായകൻ സുന്ദർദാസിൻ്റെ ആദ്യ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു സല്ലാപം. ഇന്നും ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ, ഈ സിനിമ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ സംഗീതത്തിന് അയിത്തമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനവും രചനയും ഒക്കെയായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അന്ന് ചർച്ച ചെയ്ത അതേ വിഷയങ്ങൾ തന്നെ ഇന്നും സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അയിത്തം അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. സംഗീതത്തിന് ജാതിയോ മതമോ വർഗമോ നിറമോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യം ഈ സിനിമ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സല്ലാപം എന്ന സിനിമ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു 28 വർഷം മുമ്പ് തന്നെ മലയാള സിനിമയിലൊരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി കൊണ്ടുവന്നു. മറ്റൊന്ന്, അതിൽ പറയുന്നത് സംഗീതത്തിന് അല്ലെങ്കിൽ ജന്മവാസനയായിട്ട് കിട്ടുന്ന കഴിവുകൾക്ക് ഒരു അയിത്തവുമില്ല, അതിന് പാരമ്പര്യമില്ല, അതിന് വർണ്ണവിവേചനമില്ല. ഈ 2 കാര്യങ്ങളും അന്നത്തെ പ്രേക്ഷകർക്ക് എത്രമാത്രം സ്വീകാര്യമായിരുന്നു എന്ന് നമ്മൾ ഇന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നും സിനിമകളിൽ പറയുന്ന പല പൊളിറ്റിക്സുകളുമുണ്ട്. അത് 28 വർഷം മുമ്പ് തന്നെ സുന്ദർദാസ് തൻ്റെ സിനിമയിലൂടെ പറഞ്ഞു കാണിച്ചിരിക്കുന്നു. AK ലോഹിതദാസ് സാറ് അത് തൻ്റെ രചനകളിലൂടെ പ്രേക്ഷകരെ കൂടുതൽ അറിയിച്ചു തന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.